ഹലോ ഗൈസ്, വെൽക്കം ടു വൺസ്. സോ നമ്മൾ ഈ ഒരു സെഷനിൽ നോക്കാൻ പോകുന്നത് KTU യൂണിവേഴ്സിറ്റി എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഇലക്ട്രിക്കൽ സ്റ്റുഡൻസിന് S3 ട്രിപ്പിൾ ഇ സ്റ്റുഡൻസിന് അവരുടെ സിലബസിൽ വരുന്ന ഇമ്പോർട്ടൻറ്റ് സബ്ജക്റ്റ് ആയിട്ടുള്ള അനലോഗ് ഇലക്ട്രോണിക്സ് എന്ന് ഈ ഒരു യൂണിവേഴ്സിറ്റി എക്സാമിന് എക്സ്പെക്ട് ചെയ്യാൻ പോകുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നുള്ളതാണ്. പാർട്ട് എ, പാർട്ട് ബിയിൽ അവർക്ക് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ഓരോ മൊഡ്യൂളിൽ നിന്നും എക്സ്പെക്ട് ചെയ്യാന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ സബ്ജക്ട് നെയിം ഈസ് അനലോഗ് ഇലക്ട്രോണിക്സ് ആൻഡ് ദ സബ്ജക്ട് കോഡ് ഈസ് EET 205. ഓക്കെ, സോ 5 മൊഡ്യൂളും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കും. സോ മൊഡ്യൂൾ 1 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മൊഡ്യൂൾ 1ന്റെ സിലബസിൽ നമുക്ക് മെയിൻ ആയിട്ടും വരുന്നത് ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റേഴ്സ്, അതായത് BJT യെ കുറിച്ച് പഠിക്കാനാണ് മെയിൻ ആയിട്ടുള്ളത്. സോ BJTയുടെ കേസിൽ അതിൻ്റെ ഓപ്പറേറ്റിംഗ് പോയിന്റ്, അതുപോലെ തന്നെ സ്റ്റെബിലിറ്റി വരുന്നുണ്ട്, ക്യൂ പോയിന്റ്, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ സ്റ്റെബിലിറ്റി, അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ബയാസിങ് സർക്യൂട്ട്സ് ലൈക്ക് ഫിക്സഡ് കളക്ടർ ടു ബേസ് ബയാസ്, വോൾട്ടേജ് ഡിവൈഡർ ബയാസ്, അതുപോലെ തന്നെ ബയാസ് സ്റ്റെബിലൈസേഷൻ വരുന്നുണ്ട്, സ്റ്റെബിലിറ്റി ഫാക്ടർ, അത് വോൾട്ടേജ് ഡിവൈഡർ സർക്യൂട്ട്സിൻ്റെ കേസിൽ അതിൻ്റെ ഡെറിവേഷൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ന്യൂമറിക്കൽ പ്രോബ്ലംസ്, നമ്മുടെ ക്യൂ പോയിന്റ് കാൽക്കുലേറ്റ് ചെയ്യാനും കുറച്ച് വാല്യൂസ് ഒക്കെ ഡിസൈൻ ചെയ്യാനുള്ള പ്രോബ്ലംസ് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, സോ അതാണ് ഫസ്റ്റ് സെക്ഷൻ. ദെൻ BJT മോഡൽ, അതിൽ H പാരാമീറ്റർ മോഡൽ എന്ന് അവർ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. ദെൻ കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ ആണ്, അതിൻ്റെ സ്മോൾ സിഗ്നൽ ലോ ഫ്രീക്വൻസി AC ഇക്വലന്റ് സർക്യൂട്ട്, അതിൻ്റെ ഇക്വലന്റ് സർക്യൂട്ട് നമുക്ക് പഠിക്കാനുണ്ട്. ദെൻ ഇതിൻ്റെ ആംപ്ലിഫയർ സർക്യൂട്ട് എടുക്കുമ്പോൾ അതിൽ കപ്ലിംഗ് കപ്പാസിറ്ററും ബൈപ്പാസ് കപ്പാസിറ്ററും വരുന്നുണ്ട്, അതിൻ്റെ റോൾ എന്താണെന്നുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഗെയിനും ഇമ്പിഡൻസ്, കുറച്ച് പാരാമീറ്റേഴ്സ് H പാരാമീറ്റർ ഇക്വലന്റ് സർക്യൂട്ട് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ. ഇതാണ് നമ്മുടെ സിലബസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉള്ളത് പാർട്ട് എയിൽ അവർ ചോദിക്കാൻ ചാൻസ് ഉള്ളത് വാട്ട് ഇസ് മീൻ ബൈ ഓപ്പറേറ്റിംഗ് പോയിന്റ്, ക്യൂ പോയിന്റ് എന്താണെന്നുള്ളത് ചോദിക്കാം. ക്യൂ പോയിന്റിനെ അഫക്റ്റ് ചെയ്യുന്ന പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ സ്റ്റെബിലിറ്റി ഓഫ് ക്യൂ പോയിന്റ് ചോദിക്കാം. ഡിഫറെൻറ്റ് ബയാസിങ് സർക്യൂട്ട്സ് ഒരുപാടെണ്ണം ഉണ്ട്. അപ്പോൾ 3 മാർക്കിനാണെങ്കിൽ ഏതെങ്കിലും ഒരു ബയാസിങ് സർക്യൂട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനായിരിക്കും നിങ്ങളോട് ചോദിക്കുക. ഫിക്സഡ് ബയാസ് ചോദിക്കാം, കളക്ടർ ടു ബേസ് ബയാസ് ചോദിക്കാം, വോൾട്ടേജ് ഡിവൈഡർ ബയാസ് ചോദിക്കാം. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ബയാസിങ് സർക്യൂട്ട്, വാട്ട് ഈസ് എ നീഡ് ഫോർ ബയാസിങ് ആൻഡ് എക്സ്പ്ലെയിൻ എനി ടൈപ്പ് ഓഫ് ബയാസിങ് സർക്യൂട്ട് എന്നുള്ള രീതിയിൽ ചോദിക്കാം. ദെൻ എമിറ്റർ റെസിസ്റ്റൻസിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത്, ബയാസിങ്ങിൻ്റെ കേസിൽ എമിറ്റർ റെസിസ്റ്റൻസിൻ്റെ ഇമ്പോർട്ടൻസ് കാര്യങ്ങൾ ചോദിക്കാം. ദെൻ സ്റ്റെബിലിറ്റി ഫാക്ടർ എന്താണെന്നുള്ളതും അതിൻ്റെ ഒരു എക്സ്പ്രഷനും ചോദിക്കാം. സ്റ്റെബിലിറ്റി ഫാക്ടറും എക്സ്പ്രഷനും 3 മാർക്കിന് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ദെൻ BJT മോഡൽ ആണെങ്കിൽ നമ്മുടെ മോഡൽ H പാരാമീറ്റർ മോഡലും അതിലുള്ള ടേംസും ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. H പാരാമീറ്റർ മോഡലും അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ടേംസ് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ കപ്ലിംഗ് ബൈപ്പാസ് കപ്പാസിറ്ററിന്റെ റോൾ എന്താണെന്നുള്ളത്, കപ്ലിംഗ് ബൈപ്പാസ് കപ്പാസിറ്ററിന്റെ റോൾ എന്താണെന്നുള്ളത് ചോദിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഗെയിൻ, അതിൻ്റെയൊക്കെ ഒരു എക്സ്പ്രഷൻ ചോദിക്കാം. ഗെയിൻ, ഇൻപുട്ട് ഇമ്പിഡൻസ്, ഔട്ട്പുട്ട് ഇമ്പിഡൻസ്, ഇതിൻ്റെയൊക്കെ ചെറിയ ഡെറിവേഷൻ ഒന്നും ഇല്ലാതെ എക്സ്പ്രഷനും ചോദിക്കാം. ഇങ്ങനെയാണ് 3 മാർക്കിന് ചോദിക്കാനുള്ളത്. ഇനി essay ചോദിക്കാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത് ഡിഫറെൻറ്റ് ബയാസിങ് സർക്യൂട്ട്സ്, വാട്ട് ഇസ് എ നീഡ് ഫോർ ബയാസിങ്, എക്സ്പ്ലെയിൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബയാസിങ് എന്ന് പറഞ്ഞ് ബയാസിങ് സർക്യൂട്ട്സ്. അപ്പോൾ നിങ്ങളിതിൽ ഫിക്സഡ് ബയാസ്, കളക്ടർ ടു ബേസ് ബയാസ്, വോൾട്ടേജ് ഡിവൈഡർ ബയാസ്, ഇതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം, സർക്യൂട്ട് ഡയഗ്രം വിത്ത് അതിൻ്റെ ഡെറിവേഷൻ കാര്യങ്ങളെല്ലാം നിങ്ങളതിൽ ചെയ്യണം. ബയാസിങ് വഴി നിങ്ങളെ ക്യൂ പോയിന്റ് കാര്യങ്ങൾ ഫിക്സ് ചെയ്യണം. ദെൻ ഓപ്പറേറ്റിംഗ് പോയിന്റും വാട്ട് ഈസ് ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ സ്റ്റെബിലിറ്റി ഓഫ് ഓപ്പറേറ്റിംഗ് പോയിന്റ് എന്നുള്ള ഒരു സെക്ഷൻ ചോദിക്കാം. അതായത് നമ്മളെ സ്റ്റെബിലിറ്റി ഫാക്ടർ, ഇതൊക്കെ essayയിൽ ചോദിക്കാം. ഡിറൈവ് ദ സ്റ്റെബിലിറ്റി ഫാക്ടർ ഇൻ കേസ് ഓഫ് വോൾട്ടേജ് ഡിവൈഡർ ബയാസിങ് സർക്യൂട്ട്സ് എന്നുള്ള ഒരു essay സെക്ഷനിൽ ചോദിക്കാം. essayയിൽ ഒരു പ്രോബ്ലം എന്തായാലും നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യൂ പോയിന്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു വോൾട്ടേജ് ഡിവൈഡർ ബയാസ് സർക്യൂട്ട് വന്നിട്ട് നിങ്ങളോട് അതിൻ്റെ ക്യൂ പോയിന്റ്, അതായത് VCED ICD വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. അതുപോലെ തന്നെ ബയാസ് കോമ്പൻസേഷൻ യൂസിങ് ഡയോഡ് ആൻഡ് തെർമിസ്റ്റർ, അത് വളരെ സിമ്പിളായിട്ട് 3 മാർക്കിന് ചോദിക്കാം. അല്ലെങ്കിൽ ഡീറ്റെയിൽഡ് സർക്യൂട്ട് വെച്ചിട്ട് essay ആയിട്ടും ചോദിക്കാം. ഇനി കോമൺ എമിറ്ററിൻ്റെ അനാലിസിസ് ആയിരിക്കും, H പാരാമീറ്റർ യൂസ് ചെയ്തിട്ടുള്ള അനാലിസിസ്. അതിൽ നിങ്ങൾക്ക് ഗെയിൻ കണ്ടുപിടിക്കണം, ഇൻപുട്ട് ഇമ്പിഡൻസ്, ഔട്ട്പുട്ട് ഇമ്പിഡൻസ് തുടങ്ങിയ പാരാമീറ്റർ കണ്ടുപിടിക്കാനുള്ള ഒരു അനാലിസിസ് സെക്ഷൻ നിങ്ങൾക്ക് ഒരു essay ക്വസ്റ്റ്യൻ ആയിട്ട് ഈ മൊഡ്യൂളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ ഇത്രയാണ് മൊഡ്യൂൾ 1 നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള മെയിൻ ഏരിയാസ് എന്ന് പറയുന്നത്. ഇനി മൊഡ്യൂൾ 2 എടുക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് FET ആണ്. സോ FETയും മോസ്ഫെറ്റും തമ്മിലൊരു കമ്പാരിസൺ ചോദിക്കാം. FET മോസ്ഫെറ്റ് ഒരു കമ്പാരിസൺ ചോദിക്കാം. അതുപോലെ തന്നെ FETയുടെ കൺസ്ട്രക്ഷൻ ചോദിക്കാം.
3 മാർക്കിനാണെങ്കിൽ അതിൻ്റെ കൺസ്ട്രക്ഷൻ ബ്രീഫായിട്ട് അതിൻ്റെ കൺസ്ട്രക്ഷൻ ഒരു കമ്പാരിസൺ ചോദിക്കാം. അതുപോലെ തന്നെ JFET കോമൺ ഡ്രെയിൻ ആംപ്ലിഫയറും അതുപോലെ തന്നെ ഡിസൈൻ യൂസിങ് വോൾട്ടേജ് ഡിവൈഡർ ബയാസിങ്, അതായത് ഇതൊരു essay ക്വസ്റ്റ്യൻ ആണ്. കോമൺ ഡ്രെയിൻ ആംപ്ലിഫയറും അതിൻ്റെ വർക്കിംഗ് അല്ലെങ്കിൽ അതിൻ്റെ ഡിസൈൻ ബൈ യൂസിങ് വോൾട്ടേജ് ഡിവൈഡർ ബയാസിംഗ് എന്നുള്ള ഒരു essay ക്വസ്റ്റ്യൻ അവിടുന്ന് എക്സ്പെക്ട് ചെയ്യാം. ദെൻ ഫ്രീക്വൻസി റെസ്പോൺസ് ഓഫ് ആംപ്ലിഫയറിന് ഹൈ ഫ്രീക്വൻസി ഓപ്പറേഷനിൽ ഏത് കപ്പാസിറ്റൻസ് ആണ് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളത് എന്നുള്ള കാര്യം ചോദിക്കാം. അതുപോലെ തന്നെ അതിൻ്റെ പൈ മോഡൽ ചോദിക്കാം, ഹൈബ്രിഡ് പൈ മോഡൽ ചോദിക്കാം. ഫ്രീക്വൻസി റെസ്പോൺസ് ഓഫ് കോമൺ എമിറ്റർ ആംപ്ലിഫയർ, ലോ ആൻഡ് ഹൈ ഫ്രീക്വൻസി റെസ്പോൺസ് അനാലിസിസ് ഒരു essay ആയിട്ട് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. ദെൻ 3 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഗെയിൻ ബാൻഡ് വിഡ്ത്ത് പ്രൊഡക്റ്റ് എന്താണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാനും. വാട്ട് ഇസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ഗെയിൻ ബാൻഡ് വിഡ്ത്ത് പ്രൊഡക്റ്റ് ആൻഡ് ഡിഫൈൻ ഗെയിൻ ബാൻഡ് വിഡ്ത്ത് പ്രൊഡക്റ്റ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ 3 മാർക്കിന് ചോദിക്കാം. ഓക്കെ, സോ essay ആയിട്ട് മെയിനായിട്ടും അനാലിസിസ് ആണ് ചോദിക്കാം. കോമൺ ഡ്രെയിൻ ആംപ്ലിഫയർ യൂസിങ് വോൾട്ടേജ് ഡിവൈഡർ ബയാസിങ് ആയിരിക്കും ഒരു ചാൻസ്, അല്ലെങ്കിൽ ഇതിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ് അനാലിസിസ്, ലോ ആൻഡ് ഹൈ ഫ്രീക്വൻസി റെസ്പോൺസ് അനാലിസിസ് ഓഫ് കോമൺ എമിറ്റർ ആംപ്ലിഫയറും ഒരു essay ആയിട്ട് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇതാണ് മൊഡ്യൂൾ 2-ൽ നിന്ന് വരുന്നത്. ഇനി മൊഡ്യൂൾ 3 നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയേഴ്സ്, അത് ഏതെങ്കിലും ഒരു മൾട്ടി സ്റ്റേജ് 3 മാർക്കിന് ചോദിക്കാം, അല്ലെങ്കിൽ essay ആയിട്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയേഴ്സ്, അതായത് ഡയറക്റ്റ്, RC, ട്രാൻസ്ഫോമർ കപ്പിൾഡ്, ഇതിൻ്റെയൊക്കെ എല്ലാം കൂടെ ഒരു essay ആയിട്ട് ചോദിക്കാനുള്ള ഒരു ഏരിയയാണ് മൾട്ടി സ്റ്റേജ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡയറക്റ്റ് മൾട്ടി അല്ലെങ്കിൽ RC കപ്പിൾഡ് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ 3 മാർക്കിനും ചോദിക്കാം. ദെൻ പവർ ആംപ്ലിഫയർ, അതിൽ ക്ലാസ് A, ക്ലാസ് B, ക്ലാസ് AB, ക്ലാസ് C, ക്ലാസ് D, എല്ലാം കൂടെ ഒരു essay ആയിട്ട് ചോദിക്കാം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്ലാസ് A അതിൻ്റെ സർക്യൂട്ട് ഡയഗ്രം അല്ലെങ്കിൽ അതിൻ്റെ എഫിഷ്യൻസി കാര്യങ്ങളൊക്കെ മാത്രമായിട്ടും ചോദിക്കാനുള്ള കൺവേർഷൻ എഫിഷ്യൻസി, അതിൽ ഡെറിവേഷൻ അവർ പറയുന്നത് ക്ലാസ് എയുടെയും ക്ലാസ് ബിയുടെയാണ്. ഇപ്പം ക്ലാസ് എയുടെ ഡയഗ്രാം, ക്ലാസ് ബിയുടെ ഡയഗ്രാം വിത്ത് ഡെറിവേഷൻ നിങ്ങൾ പഠിച്ചു വെക്കുക. അതൊരു essay സെക്ഷനിൽ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ദെൻ ഫീഡ്ബാക്ക് ഇൻ ആംപ്ലിഫയർ, അതായത് നമുക്ക് ഫീഡ്ബാക്ക് കമ്പാരിസൺ ഒരു 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് എക്സ്പെക്ട് ചെയ്യാം. അതായത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഫീഡ്ബാക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കമ്പയർ ചെയ്യാൻ ചോദിക്കാം. അതായത് പോസിറ്റീവ് നെഗറ്റീവ് ഫീഡ്ബാക്കിൻ്റെ ഒരു കമ്പാരിസൺ ചോദിക്കാം. പിന്നെ 3 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ഓസിലേറ്ററിൻ്റെ കേസിൽ ബാർഖോസൻ ക്രൈറ്റീരിയ ചോദിക്കാം. ഓസിലേറ്ററിൻ്റെ കേസിൽ വാട്ട് ഇസ് ദ സ്റ്റെബിലിറ്റി ക്രൈറ്റീരിയ ഫോർ ഓസിലേറ്റർ, ബാർഖോസൻ ക്രൈറ്റീരിയ, ആ ക്രൈറ്റീരിയ എന്താണെന്നുള്ളത് 3 മാർക്കിന് ചോദിക്കാം. പിന്നെ 3 മാർക്കിന് RC ഓസിലേറ്റേഴ്സ് ഏതൊക്കെയാണ്, അതായത് നമ്മുടെ RC ഫേസ് ഷിഫ്റ്റും വീൻ ബ്രിഡ്ജും ആണ് വരുന്നത്, സോ അത് ചോദിക്കാം. അതുപോലെ തന്നെ LC ഓസിലേറ്റേഴ്സ്, ഹാർട്ട്ലി, കോൾപിറ്റ്സ് ഒക്കെയാണ് നമ്മുടെ LC ഓസിലേറ്റേഴ്സ്. ഇത് essay ആയിട്ട് ചോദിക്കാം. essay ആയിട്ട് ചോദിക്കുമ്പോൾ അതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം വിത്ത് ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ, RC ഫേസ് ഷിഫ്റ്റ്, വീൻ ബ്രിഡ്ജ്, അതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം, ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ്റെ ഫോർമുലയും നിങ്ങൾ അതിൽ ചിലപ്പോൾ ഡിറൈവ് ചെയ്യേണ്ടി വരും. സോ ആ രീതിയിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാം. LC ആണെങ്കിലും ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ വിത്ത് സർക്യൂട്ട് ഡയഗ്രാം നമുക്ക് ആവശ്യമായിട്ടുണ്ട്. സോ ഡെറിവേഷൻ ഓഫ് ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ എന്നവർ പ്രത്യേകം പറയുന്നുണ്ട്. സോ ഡെറിവേഷൻ സർക്യൂട്ട് ഡയഗ്രത്തിൻ്റെ കൂടെ ഡെറിവേഷനും കൂടെ അറിഞ്ഞിരിക്കാം. ഷുവറായിട്ട് ഒരു essay ക്വസ്റ്റ്യൻ അവിടുന്ന് ചോദിക്കും. then ക്രിസ്റ്റൽ ഓസിലേറ്റർ ഒരു 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാനുള്ള ചാൻസ് ആണ് കൂടുതൽ, ക്രിസ്റ്റൽ ഓസിലേറ്റർ. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി മൊഡ്യൂൾ 4-ലേക്ക് പോവാം. മൊഡ്യൂൾ 4-ൽ ഓപ്പാമ്പ് ആണുള്ളത്. സോ ഓപ്പാമ്പിൻ്റെ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ യൂസിങ് ഓപ്പാമ്പ്, അതിൻ്റെ ഡിഫറെൻറ്റ് മോഡ്സ് ഓഫ് ഓപ്പറേഷൻ, അതൊരു ചെറിയൊരു essay ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. ദെൻ ഓപ്പാമ്പിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ചോദിക്കാം, ലൈക്ക് അതിൻ്റെ ഗെയിന്, CMRR, സ്ലൂ റേറ്റ്. ഇത് 3 മാർക്കിനാണ് ചോദിക്കാൻ ചാൻസ് കൂടുതൽ. സോ സ്ലൂ റേറ്റ് എന്താണെന്നുള്ളതും ഓപ്പാമ്പിൻ്റെ കേസിലുള്ള സ്ലൂ റേറ്റിൻ്റെ വാല്യൂ, CMRR എന്താണ്, അതും കാര്യങ്ങളൊക്കെ 3 മാർക്കിന് ചോദിക്കാം. ഓക്കെ, ദെൻ ഓപ്പൺ ലൂപ്പ് ആൻഡ് ക്ലോസ് ലൂപ്പ് കോൺഫിഗറേഷൻ, വിർച്വൽ ഗ്രൗണ്ട് കൺസെപ്റ്റ് ചെറിയൊരു 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്, വിർച്വൽ ഗ്രൗണ്ട് കൺസെപ്റ്റ്. ദെൻ ഇൻവെർട്ടിംഗ് ആൻഡ് നോൺ ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ ചോദിക്കാം, വിത്ത് ഗെയിനിൻ്റെ എക്സ്പ്രഷൻ ചോദിക്കാം. അതായത് ഇൻവെർട്ടിംഗ് നോൺ ഇൻവെർട്ടിംഗ് ആംപ്ലിഫയറിൻ്റെ ഡയഗ്രാം വിത്ത് ഗെയിൻ ഡിറൈവ് ചെയ്യാനുള്ള ക്വസ്റ്റ്യനും ചോദിക്കാം.
ദെൻ അതിൻ്റെ അപ്ലിക്കേഷൻ ആയിട്ടുള്ള സമ്മിങ് ആൻഡ് ഡിഫറൻസ് ആംപ്ലിഫയേഴ്സ്, ഇൻസ്ട്രുമെൻറ്റേഷൻ ആംപ്ലിഫയർ, ഇതൊക്കെ 3 മാർക്കിന് ചോദിക്കാം. അല്ലെങ്കിൽ ഒരു എസ് ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ ഡിഫറെൻ്റ് അപ്ലിക്കേഷൻസ്, കുറച്ച് സർക്യൂട്ട്സ് പറയും, ആ സർക്യൂട്ട്സിൻ്റെയൊക്കെ ഒരു ഡയഗ്രം, ചെറിയ രീതിയിൽ വർക്കിംഗ് ഫോർമുല അല്ലെങ്കിൽ ഗ്രാഫ് അല്ലെങ്കിൽ ഔട്ട്പുട്ട് വേവ് ഫോമിൻ്റെ ഗ്രാഫ് എന്നുള്ള രീതിയിൽ ചോദിക്കാം. ഓക്കെ, ഇതാണ് മൊഡ്യൂൾ 4 എന്ന് വരുന്നത്. ഇനി മൊഡ്യൂൾ 5 ഈ ഓപ്പാമ്പ് തന്നെയാണ്. ഓപ്പാമ്പിൻ്റെ ഡിഫറെൻ്റ് അപ്ലിക്കേഷൻസ്, ഡിഫറൻഷിയേറ്റർ, ഇൻ്റഗ്രേറ്റർ, അതുപോലെ തന്നെ അതിൻ്റെ പ്രാക്ടിക്കൽ സർക്യൂട്ട്സ്. ഓക്കെ, ഇത് 3 മാർക്കിന് സർക്യൂട്ട് ഡയഗ്രം വെച്ച് ചോദിക്കാം. അല്ലെങ്കിൽ എസ് ആയിട്ട് ഡിഫറൻഷിയേറ്റർ, ഇൻ്റഗ്രേറ്ററിൻ്റെ ഒക്കെ പ്രാക്ടിക്കൽ സർക്യൂട്ട്സും അതിൻ്റെ ഡിസൈനും കൂടെ ആയതുകൊണ്ട് അത് എസ് എ സെക്ഷനിൽ ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കാനുള്ള ഒരു ഏരിയ തന്നെ ഉണ്ട്. ദെൻ കമ്പറേറ്റർ, ഓപ്പാമ്പിൻ്റെ ഒരു അപ്ലിക്കേഷനാണ് കമ്പറേറ്റർ. അതിൽ സീറോ ക്രോസിംഗ് ഡിറ്റക്ടർ കാര്യങ്ങളൊക്കെ ചോദിക്കാം. സ്മിത്ത് ട്രിഗർ 3 മാർക്കിന് വളരെ ബ്രീഫായിട്ട് ചോദിക്കാം. അല്ലെങ്കിൽ എസ് എ ക്വസ്റ്റ്യനിലും സ്മിത്ത് ട്രിഗർ ചോദിക്കാം. അതിൻ്റെ UTP, LTP, അപ്പർ ത്രഷോൾഡ് പോയിന്റ്, ലോവർ ത്രഷോൾഡ് പോയിന്റ്, അതിൻ്റെ ഔട്ട്പുട്ട് വേവ് ഫോം കാര്യങ്ങൾ വെച്ചിട്ട് ഒരു എസ് എ വേണമെങ്കിൽ നമ്മൾ സ്മിത്ത് ട്രിഗറിന്ന് ഒരു 7-8 മാർക്കിന് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. ഓക്കെ, ദെൻ വേവ് ഫോം ജനറേഷൻ, അതായത് സ്ക്വയർ വേവ് ഫോം, ട്രയാങ്കുലർ, റാമ്പ് ബൈ യൂസിങ് ഓപ്പാമ്പ് കാര്യങ്ങൾ, എങ്ങനെയാണ് വേവ് ഫോംസ് ജനറേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് ബൈ യൂസിങ് സർക്യൂട്ട് ഡയഗ്രാം, അത് ചെറിയൊരു എസ് എ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. ദെൻ 555 ഉണ്ട്. ഈ 555 അതിൻ്റെ ഇന്റേണൽ ഡയഗ്രാം ഒരു എസ് എ ആയിട്ട് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഒരു 7 മാർക്ക് 8 മാർക്കിന് ഒരു ഇന്റേണൽ ഡയഗ്രാം ചോദിക്കണം. അതുപോലെ തന്നെ അതിൻ്റെ അപ്ലിക്കേഷൻ അസ്റ്റേബിൾ, മോണോസ്റ്റേബിൾ, അതിൻ്റെ ഡയഗ്രാം വിത്ത് ഫ്രീക്വൻസി, ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യുന്ന വേവ് ഫോമിൻ്റെ ഫ്രീക്വൻസി അടക്കം ഒരു എസ് എ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. അല്ലെങ്കിൽ സിമ്പിളായിട്ട് അസ്റ്റേബിൾ എന്താണ്, മോണോസ്റ്റേബിൾ എന്താണെന്നുള്ളത് 3 മാർക്കിന് ചോദിക്കാം. ഡീറ്റെയിൽഡ് ആയിട്ട് അതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം വെച്ച് എസ് എ ചോദിക്കാനാണ് ചാൻസ് കൂടുതൽ. ഓക്കെ, സോ ഇത്രയാണ് മൊഡ്യൂൾ 5 വരുന്നത്. സോ നമ്മൾ ഈ ഒരു സെഷനിൽ നമ്മുടെ അനലോഗ് ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന S3 സബ്ജക്റ്റിൻ്റെ യൂണിവേഴ്സിറ്റി എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് ഏരിയാസ്, ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. സോ അടുത്ത വീഡിയോയിൽ വേറൊരു സബ്ജക്റ്റിൻ്റെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കായിട്ട് കാണാം. അതുവരെ താങ്ക് യു.